Hello guys, welcome to YouTube channel for Mania. With God's grace, നമ്മുടെ കയ്യിൽ മൂന്ന് ബെസ്റ്റ് ആൻഡ്രോയിഡ് ഡിവൈസസ് ഔട്ട് ദർ. Vivo X100 Pro, Samsung Galaxy S24 Ultra and the latest edition Xiaomi 14 Ultra. So ഇന്ന് ഇവർ മൂന്ന് പേരുള്ള ഒരു ക്വിക്ക് കമ്പാരിസൺ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. Xiaomi 14 Ultra, Samsung Galaxy S24 Ultra and the Vivo X100 Pro. One among the most important area in our displays. So first of all, our Xiaomi 14 Ultra 3200 x 1440. That means the Quad HD resolution and here also our Galaxy S24 Ultra Quad HD plus resolution versus our Vivo X100 Pro and our resolution you can see a 1.5K display 2800 x 1260. So if we render in 2K, നമ്മുടെ Vivo X100 Pro മാത്രം 1.5K ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇനി നമുക്ക് ഡിസ്പ്ലേയിലെ മോഡ്സ് നോക്കിയാലോ. സാംസങ്ങിന് അത്ര ഹെവി ആയിട്ടുള്ള മോഡ്സ് ഒന്നുമില്ല, പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കുണ്ടല്ലോ അന്യായ മോഡ്സ് ഉണ്ട്. ജസ്റ്റ് സാംസങ്ങിന്റെ ഒരു മോഡ് കാണിച്ചാൽ സ്ക്രീൻ മോഡ് ബൈ ഡിഫോൾട്ട് വിവിഡി തന്നെയാണ് വരുന്നത്. Xiaomi 14 Ultra മോഡ്സ് യു ക്യാൻ സി സ്റ്റാർട്ടിംഗ് ഓഫ് നമുക്ക് സൂപ്പർ റെസൊല്യൂഷൻ മോഡ് ഉണ്ട്. ദാറ്റ് മീൻസ് നമ്മുടെ വീഡിയോസ് ഒക്കെ അപ്സ്കെയിൽ ചെയ്യാൻ എൻഹാൻസ് ദ റെസൊല്യൂഷൻ അപ്സ്കെയിൽ ചെയ്യാനുള്ളൊരു മോഡാണ് വരുന്നത്. അതുകൊണ്ട് നെക്സ്റ്റ് ഇമേജ് എൻഹാൻസ്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു ഫ്ലവർ ആണെങ്കിൽ ആ ഫ്ലവറിന്റെ കളർ ട്യൂണിങ് അനുസരിച്ച് എൻഹാൻസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കാർ ആണെങ്കിൽ ആ കാറിന്റെ ഒബ്ജക്റ്റ് ബേസ്ഡ് വെച്ചിട്ടുള്ളൊരു എൻഹാൻസ്മെന്റ് ആണ് ഇമേജ് എൻഹാൻസ്മെന്റ്. അത് അവൈലബിൾ ആണ്. നെക്സ്റ്റ് HDR എൻഹാൻസ്മെന്റ്. ദാറ്റ് മീൻസ് ഇപ്പോൾ HDR വീഡിയോയുടെ ചില ഏരിയാസ് ഇച്ചിരി ഡൾ ആകും, മീൻസ് ഇച്ചിരി ഡാർക്കർ ആണ്, അത് കുറച്ചുകൂടെ ബ്രൈറ്റർ ആക്കാനുള്ളൊരു മോഡുണ്ട്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് MEMC, ദാറ്റ് മീൻസ് മോഷൻ എസ്റ്റിമേഷൻ, മോഷൻ കമ്പൻസേഷൻ ആണ് ഈ ഫീച്ചറിന്റെ പേര്. ജസ്റ്റ് കുറച്ച് ഒരു നോർമൽ ഒരു 60 FPS വീഡിയോ അതിന്റെ ഇടയ്ക്ക് കുറച്ച് എക്സ്ട്രാ ഫ്രെയിംസ് ഹെൽപ്പോടെ ആഡ് ചെയ്തിട്ട് കുറച്ചിങ്ങനെ ആ ഒരു വീഡിയോ കുറച്ചുകൂടെ സ്മൂത്തർ ആക്കണ ഫംഗ്ഷനാണ് MEMC ആണ്. ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ഇമേജ് എൻഹാൻസ്മെന്റ് വരുന്നത്. വേഴ്സസ് നമ്മുടെ വിവോയ്ക്കകത്ത് വരുന്നത് വിഷ്വൽ എൻഹാൻസ്മെന്റിനകത്ത് ഇവർ മോഡ് വരുന്നുണ്ട്. വേഴ്സസ് സാംസങ്ങിനകത്ത് അങ്ങനെ ഒരു വേറെ എക്സ്ട്രാ മോഡ് ഉണ്ട്. അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് യു ക്യാൻ സി. ആൻഡ് നമുക്കിവിടെ വീഡിയോ ബ്രൈറ്റ്നസ് ഓപ്ഷൻ, അത് ഞാൻ ബ്രൈറ്റ് ഇട്ടിട്ടുണ്ട്. സോ ഇനി നെക്സ്റ്റ് നമ്മുടെ കളർ സ്കീമാണ്. ബൈ ഡീഫോൾട്ട് Xiaomi വരുന്നത് ഒറിജിനൽ കളർ പ്രോ എന്ന് പറഞ്ഞ മോഡിലാണ്. ഇത് ഇറ്റ്സ് എ സോർട്ട് ഓഫ് ഇൻ ബിറ്റ്വീൻ ബാലൻസ്, ഒരു സാച്ചുറേറ്റഡിന്റെയും നാച്ചുറലിന്റെ ഇടയ്ക്കൊരു ബാലൻസ് വരുന്ന ഒരു സംഭവമാണ് നമുക്ക് ഈ ഒറിജിനൽ കളർ പ്രോ. അതിനേക്കാളും കുറച്ചും കൂടെ ഒരു ബിറ്റ് സാച്ചുറേറ്റഡ് ആണ് നമ്മുടെ വിവിഡ് വരുന്നത്. ആൻഡ് മാക്സിമം കളർ സാച്ചുറേഷന് വേണ്ടി നമുക്ക് ഇത് സാച്ചുറേറ്റഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഇത്രയും കളർ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഇനി നമ്മുടെ Vivo X100 Pro നോക്കുവാണെങ്കിൽ, സോ ജസ്റ്റ് ടേക്ക് എ ലുക്ക് ഓൺ Vivo X100 Pro. യു ക്യാൻ സി നമുക്ക് സ്ക്രീൻ കളേഴ്സ് ഉണ്ട്, അതും ബൈ ഡീഫോൾട്ട് സ്റ്റാൻഡേർഡ് ആണ് വരുന്നത്. ആൻഡ് ഏറ്റവും മാക്സിമം വൈബ്രൻസി വരുന്നത് നമുക്ക് ഈ ബ്രൈറ്റിനകത്താണ്. സോ ഞാൻ ബ്രൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത്, ഏറ്റവും മാക്സിമം കളർ സാച്ചുറേഷൻ വരുന്നത്. സോ ഇത് മൂന്ന് പേരും ഇതിന്റെ മാക്സിമം സെറ്റിംഗ്സ് ആണ് എടുക്കുന്നത്. സാംസങ്ങിന് അങ്ങനെ പ്രത്യേകിച്ച് ഡിസ്പ്ലേ തന്നെ എൻഹാൻസ് ചെയ്യാൻ പറ്റിയ മോഡ്സ് ഒന്നും കണ്ടില്ല. ആകെ വീഡിയോ ബ്രൈറ്റ്നസിന്റെ മോഡ് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇവിടെ സ്ക്രീൻ മോഡിന് എക്സ്ട്രാ മോഡ്സ് ഒന്നുമില്ല. ഇവരെ പോലെ എത്രയും ഹൈ എൻഡ് മോഡ്സ് ഇല്ല. ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും ഞാൻ നോർമൽ സെറ്റിംഗ് ടോഗിൾ ചെയ്തിട്ട് ബ്രൈറ്റും X100 Proയിൽ, അതേപോലെ തന്നെ നമ്മുടെ Xiaomiക്ക് അത് സാച്ചുറേറ്റഡ് ഇട്ടാണ് ഞാൻ കമ്പയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇത് നോർമൽ സെറ്റിംഗ്സ് ആണെങ്കിൽ ഇത് മൂന്നും ഒരേപോലെ നിൽക്കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ വരുന്നുണ്ട് മൂന്ന് ഡിസ്പ്ലേസും. ബട്ട് നമുക്ക് മാക്സിമം അവൈലബിൾ സെറ്റിംഗ്സിൽ ഇട്ടിട്ട് നമ്മൾ പുഷ് ചെയ്യാൻ പോവാണ് മൂന്ന് ഡിസ്പ്ലേസും. അതുപോലെ തന്നെ ഞാൻ ഓട്ടോ ബ്രൈറ്റ്നസ് 3 പേർക്ക് ഓഫ് ആവുകയാണ്. 3 പേര് ലൈറ്റ് മോഡിലാണ് കേട്ടോ കിടക്കണേ. യു ക്യാൻ സി. ആൻഡ് മാക്സിമം ബ്രൈറ്റ്നസ് ആക്കിയിട്ടുണ്ട്. And meanwhile with the Samsung Galaxy S24 Ultra brightness off ആക്കി maximum brightness ഇട്ടു, along with extra brightness ഓൺ ആണ്. ആൻഡ് അതാണ് ഇതിനകത്ത് സൺലൈറ്റ് മോഡ് എന്നൊരു മോഡ് ഉണ്ട്, കാണിച്ചുതരാം. ഇപ്പോൾ സ്ക്രീൻ ബ്രൈറ്റ്നസ് ഓട്ടോ ബ്രൈറ്റ്നസ് ഓഫ് ആക്കി മാക്സിമം ബ്രൈറ്റ്നസ് ആക്കി, ആൻഡ് along with that the sunlight mode ഓൺ ആണ്. So these three of them are at maximum settings. We are going to push them to the max. ഇതാണ് മൂന്ന് പേരുടെ ഡിസ്പ്ലേസ്, അതിന്റെ മാക്സിമം സെറ്റിംഗ്സ് നിൽക്കണേ. അറ്റ് എ ഗ്ലാൻസ് മൂന്ന് പേരും കല്ലനാണ്. ആൻഡ് ദ തിങ് ഹിയർ ടു നോട്ടീസ്, നമ്മുടെ Vivo X100 Pro ആണ് ഏറ്റവും താഴെ ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ Xiaomi ആൻഡ് ഇതാണ് S24 Ultra. ആൻഡ് എനിക്ക് ഏറ്റവും ബ്രൈറ്റർ ആയിട്ട് തോന്നിയതും അതും സാച്ചുറേറ്റഡ് തോന്നുന്നതും നമ്മുടെ Vivo X100 Pro ആണ്. യു ക്യാൻ സി, യു ഗൈസ് ആർ ജഡ്ജ്. നിങ്ങൾ തന്നെ ഇതിന്റെ ഒരു ഫൈനൽ വെഡിറ്റ് പറയണം. ആൻഡ് ഇത് രണ്ടും ഇൻ കമ്പാരിസൺ വിത്ത് X100 Pro അത്ര വലുതാണെന്ന് യു ക്യാൻ സി. ഫസ്റ്റ് ഞാൻ പറയാം നമ്മുടെ Vivo X100 Pro, നെക്സ്റ്റ് നമ്മുടെ Xiaomi 14 Ultra ആൻഡ് ദെൻ നമ്മുടെ Galaxy S24 Ultra. ഇത് ജസ്റ്റ് ഇൻ ടേംസ് ഓഫ് സാച്ചുറേഷൻ ആണ് കേട്ടോ, സാച്ചുറേഷൻ. ഓക്കെ, അപ്പാർട്ട് ഫ്രം ദാറ്റ് ബ്രൈറ്റ്നസിന്റെ കാര്യത്തിലൊക്കെ മൂന്നും കില്ലാടികൾ തന്നെയാണ്. ഓക്കെ, എനിക്ക് സർപ്രൈസിംഗ് ആയിട്ട് തോന്നി നമ്മുടെ വിവോയുടെ ആട്ടോ, നല്ല രീതിയിലുള്ള ഷാർപ്നെസ്സും അതുപോലെ തന്നെ നല്ല ഡീറ്റെയിലിംഗ് കിട്ടുന്നുണ്ട്. മൂന്നും കൊള്ളാം. ബട്ട് ഐ തിങ്ക് ദ വിന്നർ ഈസ് the Vivo X100 Pro with its 1.5K display versus these two are the 2K displays. And second, obviously, you can see the Xiaomi 14 Ultra, and third is the Galaxy S24 Ultra in this
സാച്ചുറേഷൻ ടേംസ് ഓൺലി. നെക്സ്റ്റ് നമ്മുടെ സ്പീക്കേഴ്സ്, ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ ഇത് ജഡ്ജ് ചെയ്യാൻ തരികയാണ്. കാരണം എൻ്റെ കിളി പോയിട്ടിരിക്കുകയാണ്. ബിക്കോസ് ഒരാളുടെ ഔട്ട്പുട്ട് നെക്സ്റ്റ് ലെവലാണ്. സോ സ്റ്റാർട്ടിംഗ് ഓഫ് നമുക്ക് നമ്മുടെ വിവോ X100 Pro സ്റ്റാർട്ട് ചെയ്യാം. വിവോ X100 Pro. വിവോ X100 Pro നോക്കുവാണെങ്കിൽ ആ ഒരു സെഗ്മെന്റ്, ദാറ്റ് മീൻസ് ആ ഒരു 89,999 പ്രൈസ് ജസ്റ്റിഫൈ ചെയ്യുന്ന സ്പീക്കേഴ്സ് ഇല്ല. എൽസ് ഇറ്റ്സ് ഗുഡ് ഞാൻ പറയും. നെക്സ്റ്റ് ഒബ്വിയസ്ലി ദി ഗാലക്സി S24 Ultra. ഓക്കെ, നമ്മൾ പറയില്ലേ ഇതിന്റെ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് നമ്മൾ തിങ്ക് ചെയ്യില്ലെന്ന്. സോ ഇതായിരുന്നു ടിൽ നൗ ദ ബെഞ്ച് മാർക്ക് ഓഫ് ഞാനൊരു അടിപൊളി സ്പീക്കർ ഒബ്വിയസ്ലി ഒരു സാംസങ് ഫ്ലാഗ്ഷിപ്പ് കാണിച്ചു കൊടുക്കായിരുന്നു. ബട്ട് ഈ Xiaomi 14 Ultra കഴിഞ്ഞ പിന്നെ ഐ വിൽ ജസ്റ്റ് ഗെറ്റ് റെഡി. 3, 2, 1 and the day I die. Next ഒന്നുകൂടെ കമ്പയർ ചെയ്യാം. S24 Ultra എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, Xiaomi 14 Ultra. ഓ മാൻ, പാർട്ടി സ്പീക്കർ ആണെന്ന് തോന്നുന്നു. So Xiaomi 14 Ultra takes a huge lead in terms of speakers. ഇപ്പൊ ഞാൻ എടുത്തു പറഞ്ഞ Xiaomi 14 Ultrയുടെ സ്റ്റീരിയോ എഫക്റ്റ് അതുപോലെ തന്നെ ലൗഡ്നെസ്സും ആയിരുന്നു. ബട്ട് സ്റ്റിൽ വേറൊരു കാര്യമുണ്ട്, മീൻസ് ആ ഓഡിയോയുടെ ക്വാളിറ്റി ഇല്ലേ, അതെനിക്ക് ഇപ്പോഴും ആ ഒരു S24 Ultrയുടെ ആ ഒരു പ്രിസൈസ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഡെഡിക്കേറ്റഡ് ബേസും ആ ഒരു ടോൺസും അത് സ്റ്റിൽ ഐ വുഡ് ലവ് ഇറ്റ്. ബട്ട് ഡ്യൂ ടു ദീസ് ടു ഫാക്ടേഴ്സ്, സ്റ്റീരിയോ എഫക്റ്റും ആ ഒരു ലൗഡ്നെസ്സും കാരണം ഒബ്വിയസ്ലി ഒരു ക്ലിയർ വിൻ ഞാൻ കൊടുക്കുകയാണ് നമ്മുടെ Xiaomi 14 Ultra. പെർഫോമൻസ് സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ് നമ്മുടെ സാംസങ് ഗാലക്സി S24 Ultrയ്ക്കും അതേപോലെ തന്നെ Xiaomiയുടെ 14 Ultrയ്ക്കും വരുന്നത്. വേഴ്സസ് നമ്മുടെ വിവോ X100 Proയ്ക്ക് മാത്രം Dimensity 9300 ആണ് വരുന്നത്. സോ അങ്ങനെ ഒരു കാര്യമുണ്ട് നമ്മുടെ വിവോയ്ക്ക്. അതോടൊപ്പം തന്നെ നമ്മുടെ ഡിസ്പ്ലേ 1.5K, ഇവർക്ക് രണ്ടുപേർക്കും 2K ആണ് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇവർ 3 പേരുടെയും ദ മെയിൻ തിങ് എന്ന് വെച്ചാൽ ക്യാമറയാണ്. ഒബ്വിയസ്ലി ക്യാമറ ആൻഡ് അന്യായ മോഡ്സ് ആണ്. എനിക്ക് വിവോ X100 Proയും അതേപോലെ തന്നെ ഈ നമ്മുടെ Xiaomi 14 Ultrയൊക്കെ മോഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ മോഡ്സ് ഉണ്ട്, ഈവൻ മോർ ദാൻ ദ ഗാലക്സി S24 Ultra എന്ന് പറയും. പ്രോ മോഡാണ്. പ്രോ മോഡ് 3 പേർക്കും വരുന്നുണ്ട്. ആൻഡ് നമുക്ക് ഇവിടെ ഗാലക്സി S24 Ultrയിൽ 12 MBയിലും 50 MBയിലും നമുക്കത് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് നമ്മുടെ വിവോ X100 Proയ്ക്ക് നമുക്ക് ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സൂപ്പർ റോ വേണോ JPG വേണോ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വിവിഡ് വേണോ, ആ പ്രോ മോഡിൽ തന്നെ സൈസിന്റെ കൊളാബറേഷൻ, സൈസ് നാച്ചുറൽ വേണോ, ടെക്സ്റ്റേർഡ് വേണോ, അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് പ്രോ മോഡിൽ വരെ കിട്ടുന്നുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് അങ്ങനെ എക്സ്ട്രാ ഓപ്ഷൻസ് ഒന്നുമില്ല. ആൻഡ് ഇവിടെ നമുക്ക് ലൈക്ക വൈബ്രന്റ് വേണം, ലൈക്ക ഒതന്റിക് വേണം. ആൻഡ് ഇവിടെ എക്സ്ട്രാ ആസ്പെക്ട് റേഷ്യോ, ഗ്രിഡ് ലൈൻസ്, ഓട്ടോ എക്സ്പോഷർ സെറ്റിംഗ്സ്, ആ ഫോർമാറ്റ് JPG ഫോർമാറ്റ്, 50 MB അൾട്രാ HD എന്നുള്ള മോഡും ഇവിടെ വരുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ടൈമർ ബേസ്റ്റ്, വോയിസ് ഷട്ടർ, ഫോക്കസ് സ്പീക്കിംഗ്, എക്സ്പോഷർ വെരിഫിക്കേഷൻ, ഹിസ്റ്റോഗ്രാം, വാട്ടർമാർക്ക്. ഓക്കെ, സോ ജസ്റ്റ് ആ പ്രോ മോഡൽ ഐറ്റംസ് ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, മൂവി മോഡ് Xiaomi 14 Ultra ഓൺ ദ റൈറ്റിൽ നമുക്കൊരു മൂവി മോഡ് ഡെഡിക്കേറ്റഡ് ആയിട്ടുണ്ട്. ആൻഡ് അവിടെ നമുക്ക് ആസ്പെക്ട് റേഷ്യോ, സോഴ്സ് ട്രാക്കിംഗ് ഓപ്ഷൻസ്, അതുപോലെ തന്നെ മാസ്റ്റർ സിനിമ ഓൺ ഓഫ് ആക്കാനുള്ള ഓപ്ഷൻസ്, ആൻഡ് അവിടെ പ്രോ LUTs എന്ന് പറഞ്ഞിട്ട് കുറച്ചൊരു ഫിൽറ്റേഴ്സിനെ കൂട്ടും ഓപ്ഷൻസ്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് നോർമൽ ഫിൽറ്റേഴ്സിന്റെ ഓപ്ഷൻസ്, ആൻഡ് നമ്മുടെ റെഗുലർ വേണോ വൈഡ് വേണോ അതിന്റെ ഓപ്ഷൻസ്, ആൻഡ് ഈവൻ നമുക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇത്രയും വരുന്നുണ്ട് അതിന്റെ മൂവി മോഡിൽ തന്നെ. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ വീഡിയോയാണ് കേട്ടോ. സോ 3 പേരുടെ നമുക്ക് ജസ്റ്റ് ക്വിക്കായിട്ട് വീഡിയോ നോക്കാം. സോ വീഡിയോ മാക്സിമം നമുക്ക് നോക്കി കഴിഞ്ഞാൽ 8K at 30 ആണ് 3 പേർക്കും പറ്റുക. 8K at 30. ആൻഡ് ലെറ്റ്സ് സീ ഇവിടെ നമുക്ക് 3 പേർക്കും 8K at 30 FPS വരുന്നുണ്ട്. സോ വിച്ച് ഇസ് എ ഗുഡ് തിങ് വിത്ത് Dimensity 9300. ആൻഡ് ഇഫ് ഇത് വേറെ ഓപ്ഷൻ കണ്ടോ, മാസ്റ്റർ സിനിമ എന്നൊരു മോഡ് ഉണ്ട്. സോ അത് ടേൺ ഓൺ ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് റെസൊല്യൂഷൻ ഡൗൺ സ്കെയിൽ ചെയ്യാം, 4K ആക്കാം. ഓക്കെ, കണ്ടോ 4K at 30 FPS മാസ്റ്റർ സിനിമ എന്ന് പറഞ്ഞിട്ട് മോഡ് കിട്ടുന്നുണ്ട് നമുക്ക് അവിടെ. ആൻഡ് ഇവിടെ ഏറ്റവും എനിക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് നമുക്ക് ഷോ യു ഇവിടെ നമുക്ക് സ്റ്റഡി വീഡിയോ ഓൺ ആക്കുവാണ് കേട്ടോ. സ്റ്റഡി വീഡിയോ പ്രോ അത് ഓൺ ആക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ 1080p at 30 FPS ഇട്ട് പോകണേ. നോ 4K ഇല്ല, 1080p at 60 ഇല്ല. അതാണ് എനിക്കൊരു കൺസേൺ ചെയ്ത ഒറ്റ കാര്യം അതാണ്. കാരണം അത് നമുക്കറിയാം 4K സ്റ്റഡി വീഡിയോ ഓഫ് ആക്കി
4K at 60 അല്ലെങ്കിൽ 1080p at 60 ആകാം. 1080p at 60 അവിടെ പോലും ഞാൻ സ്റ്റഡി വീഡിയോ ആണെങ്കിൽ അപ്പം തന്നെ 1080p എത്തിട്ട് അതന്നെ മാറ്റർ കാണിച്ചത് Xiaomi 14 അൾട്രയ്ക്കകത്ത്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് ഇവിടെ എക്സ്ട്രാ ഒരു സ്റ്റഡി വീഡിയോ എന്നൊരു മോഡ് ഇവിടെ തന്നെ ഓഫ് ചെയ്യാനുള്ള ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് നമ്മുടെ ഒബ്വിയസ്ലി നമ്മുടെ Galaxy S24 അൾട്രയ്ക്ക് 4K at 60 FPS സ്റ്റെബിലൈസേഷൻ ഉണ്ട്. Vivo X100 Pro സ്റ്റെബിലൈസേഷൻ ഓൺ ആയി കഴിഞ്ഞാൽ ഞാൻ കാണിച്ചപ്പോൾ 4K at 60 നമ്മൾ സ്റ്റെബിലൈസേഷൻ ഓൺ ആകുക. അപ്പോൾ തന്നെ 1080p at 60 കിട്ടുന്നത്. സോ S24 അൾട്രയ്ക്ക് മാത്രമാണ് 4K at 60 സ്റ്റെബിലൈസേഷൻ അടിപൊളിയായിട്ട് കിട്ടുക. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ സിനിമാറ്റിക് പോർട്രേറ്റ്. സോ അതാണ് നമുക്ക് അതിന്റെ പേര് പോർട്രേറ്റ് വീഡിയോ ആണ് നമ്മുടെ Galaxy S24 അൾട്രയിൽ. വിവോയുടെ ഈ സിനിമാറ്റിക് പോർട്രേറ്റിനകത്തുള്ള ഓപ്ഷൻസ് ഞാൻ ജസ്റ്റ് ക്വിക്ക് ആയിട്ട് കാണിച്ചു തരാം. നമുക്ക് 1x 2x മീൻസ് 23mm അതുപോലെ 46mm 100mm നമുക്ക് എടുക്കാൻ പറ്റും. അത് മാത്രമല്ല ഇവിടെ ടാപ്പ് ചെയ്ത് നോക്കി കുറേ പ്രീമിയം സ്റ്റൈൽസ് ഉണ്ടാവും. നല്ല പ്രീമിയം ആയിട്ടുള്ള സ്റ്റൈൽസ് ഉണ്ട്. അത് ഒബ്വിയസ്ലി യെസ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് കുറച്ച് അവിടെ നമുക്ക് റീടച്ച് സിനിമാറ്റിക് പോർട്രേറ്റ് ആണ് നോക്കാം. ദെൻ ദ ഫോക്കസ് ദാറ്റ് മീൻസ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിന്റെ അഡ്ജസ്റ്റ്മെന്റ്. ആൻഡ് നമുക്ക് സാംസങ്ങിനകത്ത് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ നമുക്ക് ബ്ലറിന്റെ ഓപ്ഷൻസ്, ബിഗ് സർക്കിൾ വേണോ, കളർ പോയിന്റ് രീതി ചെയ്യണോ, ഗ്ലിച്ച് ആയിട്ട് ചെയ്യണോ, പിന്നെ അതിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ കുറയ്ക്കാനുള്ള ഓപ്ഷൻസ്. പിന്നെ ഇവിടെ നമുക്ക് ഷോർട്ട് ഫിലിം മോഡ് എന്നൊരു മോഡുണ്ട്. അത് നമുക്ക് നൊസ്റ്റാൾജിക് തന്നെ മോഡിൽ എടുക്കാം. പിന്നെ മൾട്ടി ക്യാം മോഡ്. ദാറ്റ് മീൻസ് യു ക്യാൻ സീ 0.5x 1x 2x 5x 10x ഫ്രണ്ട് ക്യാമറ എല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഷോർട്ട് വീഡിയോന്റെ ഒരു മോഡും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ. സോ ലെറ്റ് മീ ഗോ ബാക്ക്. നെക്സ്റ്റ് നമ്മുടെ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയാണ്. ഇതാണ് 3 പേരും എൻ്റെ മോനെ ഒരു രക്ഷയില്ല. പൊളിയായിട്ടാണ് 3 പേര് ചെയ്തത്. കാരണം സാംസങ് കുറച്ചും ഐഫോണിലേക്ക് ഒരു പ്രീമിയം കുറച്ച് സ്റ്റൈൽസ് യു ക്യാൻ സി ഇഫ് യു ജസ്റ്റ് ആപ്പ് യു ക്യാൻ സി ബ്ലർ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റുഡിയോ, ഹൈക്കി മോണോ, ലോക്കി മോണോ, പിന്നെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ്മെന്റും ചെയ്യാനുള്ള ഓപ്ഷൻസ്, കുറച്ച് ഫിൽറ്റേഴ്സ്, ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ സ്കിൻ സ്മൂത്ത്നെസിന്റെ ഓപ്ഷൻസ്, ദാറ്റ്സ് ഇറ്റ്. പക്ഷെ നമ്മുടെ ഈ വിവോ X100 Proയും Xiaomi 14 Ultra എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയേക്കണെന്ന് നോക്കിയേ. 24mm 35mm 50mm 85mm 100mm. അത് നമ്മുടെ 1x 2x 3x 5x അവരുടെ ഒരു പേരാണ്. അതല്ല ഞാൻ പറയുന്നത്. യു ക്യാൻ ജസ്റ്റ് ടാപ്പ് ഓവർ ഹിയർ യു ക്യാൻ സി അതിന്റെ തന്നെ നമുക്ക് ആ ഒരു സ്മൂത്ത്നെസ്, സ്കിൻ ടോൺ വൈറ്റനിങ് അതൊക്കെ അത് ഒബ്വിയസ്ലി ഡിവൈസിലുള്ളതാണ്. അതല്ല ഞാൻ പറയാൻ പോകുന്നത്. ആൻഡ് യു ക്യാൻ സി അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് സൈസിന്റെ തന്നെ ഇഷ്ടം പോലെ നല്ല പ്രീമിയം ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്, ലൈക്ക് നമ്മുടെ ഇതിന്റെ ഈ ബ്ലർ ഈ 2 3 5 മോഡിന് പകരം അവരിത് ഇഷ്ടം പോലെ ലോഡ് ഓഫ് സ്റ്റൈൽസ്, അത് നല്ല പ്രീമിയം സ്റ്റൈൽസ് ആണോ ലൈക്ക് സാംസങ് ആൻഡ് ഐഫോൺ ഡസ്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് അതിന്റെ ഒരു സ്ട്രോങ്ങും ദാറ്റ് മീൻസ് അതിന്റെ ഇന്റൻസിറ്റി സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. ആൻഡ് ദെൻ ഇതാണ് അടുത്ത ഐറ്റം. അത് നമുക്ക് പോർട്രേറ്റ് ലെൻസ് പാക്കേജ് വന്നത് 24mm ലാൻഡ്സ്കേപ്പ് മോഡ്, 35mm സ്ട്രീറ്റ് പോർട്രേറ്റ്, 50mm നാച്ചുറൽ പോർട്രേറ്റ്, 50mm ക്ലാസിക് പോർട്രേറ്റ്, 85mm ഫിഗർ, 100mm. ദാറ്റ് മീൻസ് ആ ഒരു എന്താ പറയുക പ്രീമിയം സ്റ്റൈൽസിനോട് ബ്ലെൻഡ് ആയിട്ട് ആ ഒരു എല്ലാം കൂടെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് അതിനെ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇനി സാംസങ്ങിനകത്ത് എക്സ്ട്രാ ഒന്നും ഞാൻ കാണിക്കുന്നില്ല. ദാറ്റ്സ് ഇറ്റ് വിത്ത് സാംസങ്. ആൻഡ് ഇവിടെ നമുക്ക് 23mm 35mm Xiaomi 14 Ultra 50mm and 75mm HDR മോഡുണ്ട്. പിന്നെ ലൈക്ക പോർട്രേറ്റും മാസ്റ്റർ പോർട്രേറ്റും ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എക്സ്ട്രാ കുറച്ച് HD പോർട്രേറ്റ് കിട്ടുന്ന കുറച്ച് ഓപ്ഷൻസ്. ആൻഡ് ദെൻ നമുക്ക് എക്സ്പോഷറിന്റെ ഓപ്ഷൻസ്. ആൻഡ് ദെൻ നമുക്ക് ഇവിടെ കുറച്ച് ബ്യൂട്ടിഫൈയും ആൻഡ് സം ഫിൽറ്റേഴ്സും. പക്ഷെ എനിക്ക് അത് ഡിപ്പെൻഡ് ചെയ്യും. ദാറ്റ് മീൻസ് 25mm 35mm 50mm and 75mm കുറച്ചും കൂടി ഇതിനകത്ത് കുറച്ചും കൂടെ കസ്റ്റമൈസബിൾ ആയിട്ടുള്ള മോഡ്സ് എനിക്ക് ഫീൽ ചെയ്ത് വിവോ X100 Proയ്ക്കാണ് മോർ ദാൻ ദ Xiaomi 14 Ultra. ആൻഡ് ദെൻ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് എക്സ്ട്രാ നൈറ്റ് മോഡ്, 50MB മോഡ്, പനോരമിക് മോഡ്, സ്ലോ മോഷൻ, ഷോർട്ട് ഫിലിം മോഡ്, ടൈം ലാപ്സ്, എ വാട്ടർമാർക്ക്, ലോങ് എക്സ്പോഷർ, സൂപ്പർ മൂൺ മോഡ്, ഫാസ്റ്റ് ഷൂട്ട്, ഡയറക്ടേഴ്സ് മോഡ്. ദാറ്റ് മീൻസ് ടെലിഫോട്ടോ, വൈഡ് ആംഗിൾ, അൾട്രാ വൈഡ് ആംഗിൾ ഇതൊക്കെ വെച്ചിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അപ്പോഴത്തെ വൈറ്റ് ബാലൻസ് എല്ലാം മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റിയ മോഡ്. ആൻഡ് ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മോറിനകത്ത് ഹൈ റെസൊല്യൂഷൻ, ദാറ്റ് മീൻസ് 50mm മോഡിൽ എടുക്കാൻ പറ്റിയത് പനോരമിക് മോഡ്, അൾട്രാ HD, സ്ലോ മോഷൻ, ടൈം ലാപ്സ്, ലോങ് എക്സ്പോഷർ, സൂപ്പർ മൂൺ, ആസ്ട്രോ ഫോട്ടോഗ്രാഫി, ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞിട്ടൊരു മോഡ്, ലാൻഡ്സ്കേപ്പ് ആൻഡ് ആർക്കിടെക്ട് എന്നൊരു മോഡ്, പ്രോ മോഡ്, ഫുഡ് മോഡ്, ലൈവ് ഫോട്ടോ, ഇത്ര നമുക്ക് വരുന്നത്. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ദ സാംസങ് Galaxy S24 Ultra, I'll just show you. നമുക്ക് അൾട്രയ്ക്ക് അത് വരുന്നത് എക്സ്പോർട്ട് റോ എന്നുണ്ടോ. ദാറ്റ് മീൻസ് അവിടെ നമുക്ക് ആസ്ട്രോ ഫോട്ടോഗ്രാഫിയുടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടോ. ഇവിടെ നമുക്ക് ആസ്ട്രോ ഫോട്ടോഗ്രാഫി അതിന്റെ ടൈമിംഗ് കാര്യങ്ങൾ, ലോങ് എക്സ്പോഷർ, ദാറ്റ് മീൻസ് ആ മീറ്ററിംഗ് ഫോക്കസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡുണ്ട്. ആൻഡ് ദെൻ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് പ്രോ വീഡിയോ മോഡ്, ദാറ്റ് മീൻസ് വീഡിയോസിലും ഒരു സെറ്റപ്പിൽ തന്നെ നമുക്ക് വീഡിയോ ചെയ്ത് ഓൾമോസ്റ്റ് സെയിം തന്നെയുണ്ട് രണ്ടുപേർക്കും. അതുപോലെ തന്നെ നമുക്ക് വീഡിയോയും ചെയ്യാൻ പറ്റും വിത്ത് ഹിസ്റ്റോഗ്രാം ഉണ്ടോ, രണ്ടിനും ഉണ്ട് ഹിസ്റ്റോഗ്രാം കാര്യങ്ങളൊക്കെ, വിച്ച് ഈസ് റിയലി കൂൾ. ആൻഡ് സെയിം അൾട്രാ വൈഡ് ആംഗിൾ, ടെലിഫോട്ടോ, സ്റ്റാൻഡേർഡ് ടെലിഫോട്ടോ. സോ അത് രണ്ടും പക്കയാണെന്ന് എനിക്ക് തോന്നി. So again going back, and then നമുക്ക് സ്ലോ മോഷൻ, ഡുവൽ ക്യാമറ, ദാറ്റ് മീൻസ് ഡുവൽ റെക്കോർഡിംഗ് ഫ്രണ്ട് ആൻഡ് ബാക്ക് അറ്റ് ദ സെയിം ടൈം റെക്കോർഡ് ചെയ്യാൻ പറ്റും. ആൻഡ് സിംഗിൾ ടേക്ക് ഫീച്ചർ. ഇത്രയാണ് ഇവർക്കുള്ളത്. ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ Xiaomi 14 Ultra 4K at 120 FPS നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇനി 1080p ആകാം. 1080p നമുക്ക് 60ലും അതുപോലെ തന്നെ 30ലും പറ്റുള്ളൂ. പക്ഷേ അത് 4K ഇട്ട് കഴിഞ്ഞാൽ 4K at 120
ട്വിൻ. ദറ്റ് മീൻസ് അത് സൂപ്പർ സ്മൂത്ത് ആയിരിക്കും 120 FPS 4K റെക്കോർഡിംഗ്, വിച്ച് ഈസ് റിയലി കൂൾ. അത് ബാക്കി ഇവർക്ക് രണ്ട് S24 Ultra അതുപോലെ വിവോ X100 Proയ്ക്കും ഇല്ല. നെക്സ്റ്റ് 3 പേരും 4K at 60 FPS ഫ്രണ്ട് ക്യാമറ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നവരാണ്. ആൻഡ് നമ്മുടെ വിവോ X100 Proയ്ക്ക് വിത്ത് സ്റ്റെബിലൈസേഷൻ ഉണ്ട് ഈവൻ ഇൻ ദ ഫ്രണ്ട് ക്യാമറ. സോ വിവോ X100 Pro ഫൺ ടച്ച് OS-നകത്താണ് വരുന്നത്. ആൻഡ് നമ്മുടെ Xiaomi 14 Ultra, ഷോമിയുടെ HyperOS ആൻഡ് ഒബ്വിയസ്ലി നമ്മുടെ Galaxy S24 Ultra 1UI 6.1 ആണ്. ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയാവുന്ന പോലെ 100 ഒപ്റ്റിമൈസേഷൻ കുറച്ച് അടിപൊളിയാണ്. പിന്നെ 3 പേർക്കും ബ്ലോട്ട്വെയർസ് എന്നുള്ള കാര്യമില്ല. യു ക്യാൻ സി 3 പേര് അത്യാവശ്യം നീറ്റ് തന്നെയാണ്. അങ്ങനെ ഇഷ്യൂസ് ഒന്നും കാണുന്ന രീതിയിലുള്ള ബ്ലോട്ട്വെയർസോ അനോയിങ് ആയിട്ടുള്ള ആഡ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ആൻഡ് വൺ തിങ് ഈസ് ഇവർ നമ്മുടെ ഷവോമിക്ക് വരുന്ന ഗൂഗിൾ ഡയലർ ആണ് വരുന്നത്. നമുക്ക് ഇത് നമ്മുടെ സാംസങ് ഒറിജിനൽ ഡയലർ വിത്ത് കോൾ റെക്കോർഡിംഗ്, ആൻഡ് ഇവിടെ നമുക്ക് വിവോ ഡയലർ അതും വിത്ത് കോൾ റെക്കോർഡിംഗ് ആണ് വരുന്നത്. സോ അതൊരു നമ്മുടെ ഷവോമിയുടെ ആ ഒരു ഗൂഗിൾ ഡയലർ നമുക്ക് ആ ഓട്ടോ കോൾ റെക്കോർഡിംഗ് വിത്തൗട്ട് അനൗൺസ്മെന്റ് ഇല്ല. അതൊരു കൺസേൺ ആണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മുടെ യുടെ ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 3 പേർക്ക് അത്യാവശ്യം റിച്ച് ഇൻ ഫീച്ചേഴ്സ് ആണ്. ആൻഡ് ഫീച്ചേഴ്സിന് ഏറ്റവും ടോപ്പ് വരുന്നത് നമ്മുടെ വിവോ X100 Proയും, രണ്ടാമതാണ് ഷവോമി 14 Ultra'യും, ആൻഡ് മൂന്നാമതാണ് നമ്മുടെ Galaxy S24 Ultra'യും വരുന്നത്. നെക്സ്റ്റ് ബാറ്ററി ചാർജ് നോക്കുകയാണെങ്കിൽ നമ്മുടെ Xiaomi 14 Ultra അതുപോലെ S24 Ultra 5000 mAh, നമ്മുടെ വിവോ X100 Pro മാത്രം 5400 mAh ഉണ്ട്. പിന്നെ Xiaomi 14 Ultra'യ്ക്കും അതേപോലെ തന്നെ വിവോ X100 Proയ്ക്കും ബോക്സിന് അഡാപ്റ്റർ വരുന്നുണ്ട്. യു നീഡ് ടു സെപ്പറേറ്റ് അഡാപ്റ്റർ മേടിക്കുന്ന നമ്മൾ Galaxy S24 Ultra. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഹീറ്റ് മാനേജ്മെന്റ്. സോ ഫസ്റ്റ് ഏറ്റവും സ്റ്റേയിങ് കൂളസ്റ്റ് നമ്മുടെ Galaxy S24 Ultra ആണ്. ഈവൻ നമ്മൾ 4K റെക്കോർഡിംഗ് അതുപോലെ തന്നെ ഗെയിമിംഗ് കളിച്ചാലും S24 Ultra ആണ്. ഇവർ 3 പേരും വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കൂളറായിട്ട് നിൽക്കുന്നത്. സ്റ്റിൽ ദ ഫ്രെയിം ആസ് വെൽ ആസ് ബാക്ക് പാനൽ ഒബ്വിയസ്ലി വാം ആവുന്നുണ്ട്, ബട്ട് സ്റ്റിൽ ഇൻ കമ്പാരിസൺ S24 Ultra ആണ് ഏറ്റവും കൂടുതൽ. രണ്ടാമത് വിവോ X100 Pro ആണ്. അതും അത്യാവശ്യം വാമാം, S24 Ultra'ക്കാളും കൂടുതൽ വാമാം, ബട്ട് സ്റ്റിൽ Xiaomi 14 Ultra വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ കൂടുതലാണ്. ആൻഡ് Xiaomi 14 Ultra ആണ് ഇവർ 3 പേരും ഇച്ചിരി കൂടെ ഫാസ്റ്റ് ആയിട്ട് വാം ആവണം. അതേപോലെ തന്നെ ക്യാമറ എടുത്തുമ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് ഇച്ചിരി ചൂടാവണം. അതേപോലെ ഗെയിമിങ്ങിനൊക്കെ ഇച്ചിരി വാം ആവണം Xiaomi 14 Ultra ആണ്. ഓക്കെ, ബട്ട് എന്ന് വെച്ചാൽ ഭയങ്കര ഓവർ ഹീറ്റിംഗ് എന്നുള്ള ഇഷ്യൂ ഒന്നും ഒബ്വിയസ്ലി വാം ആവും, ബട്ട് ഇവർ 3 പേരും വെച്ച് നോക്കുമ്പോൾ ഇവർ 2 പേരും വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ വാം ആവണം Xiaomi 14 Ultra. എനിവേസ് ഇത് ഇൻഷ്യൽ ഇംപ്രഷൻ ആണ് കേട്ടോ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഒരു നല്ല കൂളായിട്ട് കുറച്ചാൾ യൂസ് ഒരു 1 month നിയർലി യൂസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. So stay tuned for that. So guys, അത്രയുള്ള നമ്മുടെ Xiaomi 14 Ultra versus vivo X100 Pro versus Galaxy S24 Ultra quick comparison. So guys, that's it for today. Signing off, it's Phone Mania.